നിറഞ്ഞു നിൽക്കുന്ന ജീവിതത്തിൽ നിന്നും ചെറിയൊരു ഇടവേളയെടുത്ത് മാറി നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവരായിരിക്കും നമ്മളിൽ പലരും. മൂഡ് സ്വിങ്ങിങ് നമ്മൾ അനുഭവിക്കുന്ന ഒരു വലിയ വെല്ലുവിളിയാണ്. നല്ല മൂഡിലാകുമ്പോൾ നമ്മൾ നമ്മളെക്കുറിച്ച് ആലോചിച്ച് ഹാപ്പിനെസ് കണ്ടെത്തും. തിരിച്ചാണെങ്കിൽ നമ്മൾ നമ്മളെ താറടിക്കും. ഞാൻ ഈ പറഞ്ഞതൊക്കെ നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ദെൻ ടുഡേയ്സ് ബുക്ക് ഈസ് ഫോർ യു. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഈറ്റ്, പ്രേ, ലവ് എന്ന എലിസബത്ത് ഗിൽബർട്ടിൻ്റെ പുസ്തകമാണ്. വായിച്ചിരിക്കേണ്ട പുസ്തകങ്ങളുടെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. 1969 ജൂലൈ 18 US-ലെ വാട്ടർബറിയിലാണ് എലിസബത്ത് ഗിൽബർട്ട് ജനിക്കുന്നത്. വിവാഹം കഴിച്ചു, വീടുണ്ട്, എഴുത്തുകാരിയാണ്, നല്ലൊരു ജോലിയുണ്ട്. ഇങ്ങനെ സന്തോഷ ജീവിതത്തിന് നമ്മൾ കണക്കാക്കുന്ന സൗകര്യങ്ങളൊക്കെ എലിസബത്തിനുണ്ടായിരുന്നു. ബട്ട് ഷി വാസ് നോട്ട് ഹാപ്പി. അതല്ലല്ലോ, അങ്ങനല്ലേ? പൈസ ഇല്ലാത്തവർ പറയും മണി ക്യാൻ ബൈ ഹാപ്പിനെസ്, പൈസ ഉള്ളവർ പറയും മണി കാൺ ബൈ ഹാപ്പിനെസ്. അങ്ങനെ ഹാപ്പി അല്ലാത്തൊരു ജീവിതത്തിൽ നിന്നും താൻ ആഗ്രഹിക്കുന്ന ഹാപ്പി ആയിട്ടുള്ള ജീവിതത്തിന് വേണ്ടി പരിശ്രമിക്കുന്ന എലിസബത്ത് ഗിൽബർട്ടിനെയാണ് ഈ പുസ്തകത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. വൈവാഹിക ജീവിതം അവസാനിപ്പിച്ചു, തനിക്കിഷ്ടം തോന്നിയ മറ്റൊരാളോട് പ്രണയത്തിലായി. അധികം നീളാതെ ആ പ്രണയബന്ധവും അവസാനിച്ചു. അടിക്കടി പരീക്ഷണങ്ങൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ എലിസബത്ത് ഒരു യാത്രയ്ക്ക് വേണ്ടി തയ്യാറാവുകയാണ്. ഈ യാത്രയുടെ അനുഭവങ്ങളാണ് ഈറ്റ്, പ്രേ, ലവ് എന്ന പുസ്തകത്തിലൂടെ എലിസബത്ത് ഗിൽബർട്ട് പറഞ്ഞു വെക്കുന്നത്. ഈ പുസ്തകം 3 പാർട്ടാണ്. ആദ്യം ഇറ്റലിയിലേക്കുള്ള യാത്രയാണ്, പിന്നെ ഇന്ത്യയിലേക്ക്, അവസാനം ഇന്തോനേഷ്യയിലേക്ക്. ഗിൽബർട്ട് ഇറ്റലിയിലേക്ക് പോകുന്നത് ഇറ്റാലിയൻ സംസ്കാരത്തിൻ്റെ ഭാഗമാവാനാണ്. ഇറ്റാലിയൻ കൾച്ചർ വിശ്വപ്രസിദ്ധമാണ്. അവിടുത്തെ ആളുകൾ, ആഘോഷങ്ങൾ, ഭക്ഷണങ്ങൾ, അതിൻ്റെയൊക്കെ ഭാഗമായി ഗിൽബർട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് സ്വന്തത്തെ സന്തോഷിപ്പിച്ചു തുടങ്ങുകയാണ്. ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെ സമാധാനം കണ്ടെത്തി തുടങ്ങുകയാണ്. പിന്നെ അവർ ചൂസ് ചെയ്യുന്നത് ഇന്ത്യയാണ്. ആത്മീയമായ പുരോഗതികൾ ലക്ഷ്യം വെച്ചാണ് അവർ ഇന്ത്യയിലേക്ക് എത്തുന്നത്. ഇന്ത്യൻ ആശ്രമങ്ങളിൽ കയറി ഇറങ്ങി മെഡിറ്റേഷൻ എന്താണെന്ന് പഠിച്ച് ആത്മാവിനെ ശാന്തമാക്കി തുടങ്ങി. അങ്ങനെ അവർ ഇന്തോനേഷ്യയിലേക്ക് പോവുകയാണ്. ജീവിതത്തിലെ സന്തോഷങ്ങളെ ആത്മീയതയോട് ചേർത്ത് ഒരു ബാലൻസ് കണ്ടെത്താൻ പരിശ്രമിക്കുകയാണ് ഗിൽബർട്ട്. ഈ പുസ്തകത്തിലെ ഏറ്റവും സുന്ദരമായ ഭാഗം ഈ അവസാന ഭാഗമാണ്. ഇന്തോനേഷ്യയിലെ ബാലിയിലെ പ്രകൃതി മനോഹാരിതകളിൽ നിന്ന് ജീവിതത്തിൻ്റെ സൗന്ദര്യത്തെ, സൗഹൃദങ്ങളുടെ സൗരഭ്യത്തെ ഗിൽബർട്ട് കണ്ടെത്തുകയാണ്. ഫിലിപ്പ് എന്ന ഒരു ബ്രസീലുകാരനോട് സൗഹൃദം സ്ഥാപിക്കുന്നുണ്ട് ഗിൽബർട്ട്. പതിയെ പരാതികളില്ലാത്ത ജീവിതത്തിലേക്ക് അങ്ങനെ എലിസബത്ത് പ്രവേശിക്കുകയാണ്. സങ്കടങ്ങളും സംഘട്ടനങ്ങളും നിറഞ്ഞതാണ് ജീവിതമെന്ന് ആദ്യം നമ്മൾ മനസ്സിലാക്കണം. എന്നിട്ട് നമ്മളെ പറഞ്ഞു മനസ്സിലാക്കിയതിന് ശേഷം സഹജീവികളുടെ മുമ്പിൽ അവർക്ക് പ്രയാസങ്ങൾ സൃഷ്ടിക്കാതെ പുഞ്ചിരിച്ച് ജീവിക്കാൻ നമുക്ക് കഴിയണം. ഇതൊക്കെ പറയാൻ സുഖമാണ്. എന്നെക്കാളും നന്നായി ഒരു പക്ഷേ ഇത് പറയാൻ നിങ്ങൾക്ക് സാധിച്ചേക്കാം. ലോകത്തെ മോട്ടിവേഷണൽ സ്പീക്കേഴ്സ് മുഴുവനും പറയുന്നതും ഇതാണ്. പക്ഷേ നമ്മളൊക്കെ മനുഷ്യരല്ലേ, മൂടൊക്കെ ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. നമ്മളോട് നമുക്ക് തന്നെ മടുപ്പ് വരുമ്പോൾ, എന്തിനാണ് ഇങ്ങനെ വെറുതെ എന്നൊരു ജീവിതം എന്നൊരു തോന്നലൊക്കെ വരുമ്പോൾ നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഇടങ്ങളിൽ നിന്ന് ചെറിയൊരു ബ്രേക്ക് എടുക്കണം. എന്നിട്ട് പരിചിതമല്ലാത്ത ലോകത്തൂടെ, പരിചയമില്ലാത്ത ആളുകൾക്കിടയിലൂടെ കുറച്ചങ്ങോട്ട് ജീവിക്കണം. എന്നിട്ട് തിരിച്ചു വരണം. എന്നിട്ട് വീണ്ടും മുമ്പോട്ട് പോകണം. സോ ഈറ്റ്, പ്രേ, ലവ് എന്ന പുസ്തകം നമ്മളുമായിട്ട് അത്ര കണക്റ്റഡ് ആയിട്ടുള്ള പുസ്തകമാണ്. അവസാനം ഒരു വലിയ റിയലൈസേഷനിലേക്ക് എത്തുന്ന എലിസബത്ത് ഗിൽബർട്ടിനെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചു തരികയാണ്. എനിക്ക് ഉറപ്പാണ് ഈ പുസ്തകം നിങ്ങൾക്ക് നന്നായി ഇഷ്ടപ്പെടും. കാരണം നമ്മളോട് അത്ര റിലേറ്റഡ് ആണ് ഈ പുസ്തകം. മറ്റൊരു പുസ്തക പരിചയവുമായി നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ.